കരുവന്നൂർ കള്ളപ്പണ കേസിൽ നേതാക്കൾ പ്രതികളാകുന്നത് ഭയന്ന CPM ഇഡിക്കെതിരെ വ്യാപക സമരങ്ങളിലൂടെ പ്രതിരോധം തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പാർട്ടി. കൊച്ചി ED ആസ്ഥാനത്തേക്ക് ഇന്നലെ നടന്ന മാർച്ചിന്റെ തുടർച്ചയായി ബ്രാഞ്ച് തലം മുതൽ വ്യത്യസ്ത സമര പരിപാടികളും സംഘടിപ്പിക്കും. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികളിലെ മുൻ നേതാക്കളും പ്രതികളാകും എന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇനിയിപ്പോൾ അടുത്ത ഘട്ട കുറ്റപത്രത്തിൽ ഒരുപക്ഷെ CPMന്റെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികളിലെ നേതാക്കൾ, മുൻ നേതാക്കളൊക്കെ പ്രതികളാകും എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ EDക്കെതിരെ ഒരു സമര പരമ്പര തന്നെ CPM നടത്തിവരുന്നത്? രോഹിണി, അത്തരത്തിൽ തന്നെയാണ് CPMന്റെ നീക്കങ്ങൾ. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു. കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാമത്തെ കുറ്റപത്രം കൂടി സമർപ്പിക്കുന്നതോടെ കൂടുതൽ നേതാക്കൾ ആ ഒരു പ്രതിപട്ടികയിൽ എത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പ്രത്യേകിച്ച് CPM കള്ളപ്പണ ഇടപാടുകളുടെ പങ്ക് പറ്റി എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നത്. അത് ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയും മറ്റു സംഭാവന ഇനത്തിലും എല്ലാം തന്നെയാണ് ഈ പണം വാങ്ങിയിരുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ 2011 മുതലുള്ള കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, അത്തരം തട്ടിപ്പുകളിലൂടെ പ്രതികൾ സമ്പാദിച്ച കള്ളപ്പണം വലിയൊരു അളവിൽ CPMന്റെ സംഭാവന കണക്കുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഭൂമി വാങ്ങിയിട്ടുണ്ട്, മറ്റു സ്വത്തുവകകൾ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെയായി 57 ലക്ഷത്തിലധികം രൂപയുടെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും എല്ലാം ചെയ്തിരുന്നു. കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കൂടി നീങ്ങിയതോടുകൂടി CPM പൂർണ്ണമായും തന്നെ പ്രതിരോധത്തിലാണ്. സാധാരണ അണികളെ ഏതെങ്കിലും തരത്തിൽ പ്രതിപട്ടികയിലേക്ക് കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കളടക്കം എത്തുകയും അത് അണികളോട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ തങ്ങൾക്ക് മറുപടിയില്ല എന്ന ഒരു പ്രചാരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് EDയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി തങ്ങളെ വേട്ടയാടുകയാണ് എന്ന് വരുത്താനെല്ലാമുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ CPM ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടക്കം എന്ന നിലയിലാണ് കൊടകര കേസുമായി ബന്ധപ്പെട്ട്, കൊടകരയിൽ നടന്നിട്ടുള്ള പണ അപഹരണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന കുറ്റപത്രം അത് BJP നേതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലെ കേന്ദ്ര ആസ്ഥാനത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് CPM മാർച്ച് ആദ്യം ആരംഭിച്ചത്. അതിനുശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്രാഞ്ച് തലം മുതൽ തന്നെ, ബ്രാഞ്ച് തലത്തിലും ഒപ്പം തന്നെ ലോക്കൽ തലത്തിലും ഏരിയ തലത്തിലുമെല്ലാം സമാനമായ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കണം, കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങണമെന്ന ഒരു ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. അവിടെ കൊടകര കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമെല്ലാം മറിച്ച് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത നേതാവ് കൂടി ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ പോകുന്നു. K. രാധാകൃഷ്ണൻ മുൻ മന്ത്രിയാണ്, മുൻ സ്പീക്കറാണ്, നിലവിലെ MP ആണ്. CPMന്റെ സമുന്നതരായ നേതാക്കളിൽ ഒരാളാണ് K. രാധാകൃഷ്ണൻ. അത്തരത്തിലുള്ള K. രാധാകൃഷ്ണൻ കൂടി ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നതോടുകൂടി CPMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതിരോധങ്ങളെല്ലാം, ഇതുവരെ നടത്തിയ പ്രതിരോധങ്ങളെല്ലാം തകർന്നു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. കാരണം നേരത്തെ മുൻ മന്ത്രിയായിട്ടുള്ള, മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AC മൊയ്തീനെ ചോദ്യം ചെയ്തിരുന്നു. MM വർഗീസ് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ MM വർഗീസിനെ നിരവധി ദിവസങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു അന്വേഷണ സംഘം നടത്തിയത്. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയാനുണ്ടായിരുന്നത് ഈ പണം ഏതെല്ലാം ബാങ്കുകളിലാണ് നിക്ഷേപിച്ചത്. കാരണം ഈ സാമ്പത്തിക അക്കൗണ്ടുകൾ സംബന്ധിച്ച യാതൊരു കണക്കുകളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ, അറിയിക്കേണ്ട സ്ഥാപനങ്ങളെ, IT അടക്കമുള്ള, ഇൻകം ടാക്സ് അടക്കമുള്ള സ്ഥാപനങ്ങളെ ഒരു ഘട്ടത്തിലും CPM ജില്ലാ കമ്മിറ്റിയോ ബന്ധപ്പെട്ട മറ്റ് കമ്മിറ്റികളോ ഒരു ഘട്ടത്തിലും അറിയിച്ചിരുന്നില്ല. അങ്ങനെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ദുരൂഹമായിട്ടായിരുന്നു നടത്തിക്കൊണ്ടുപോയിരുന്നത്. സാമ്പത്തിക ഇടപാടുകൾ ഇത്തരത്തിൽ ദുരൂഹമായി നടത്തി എന്നതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് സെക്രട്ടറിമാർ, CPMന്റെ പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് ബ്രാഞ്ച് തലത്തിൽ മുതൽ സംസ്ഥാന തലത്തിൽ വരെ സെക്രട്ടറിക്കാണ് പ്രധാനപ്പെട്ട ചുമതല എന്നതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലെ സെക്രട്ടറിമാരായിരിക്കും ഈ പ്രതിപട്ടികയിൽ എത്തുക എന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. 50ഓളം പേർ തന്നെ ഉൾപ്പെട്ട പ്രതിപട്ടികയാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒപ്പം തന്നെയാണ് 10ഓളം CPM നേതാക്കൾ, വിവിധ തലങ്ങളിലുള്ള ആളുകൾ പ്രതിപട്ടികയിൽ എത്തുമെന്ന് കൂടി വ്യക്തമാകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയതോടുകൂടിയാണ് CPM ഇങ്ങനെ ഒരു സമരമാർഗത്തിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് തുടർച്ചയായി നടത്തുന്ന ഇത്തരത്തിലുള്ള സമരങ്ങൾ, കാരണം നേരത്തെ ഇതിനു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് കാലഘട്ടത്തിലായിരുന്നു CPM സമാനമായ ഈ രീതിയിൽ ഒരു സമരത്തിലേക്ക് നീങ്ങിയിരുന്നത്. അന്നും CPMന് പ്രതിരോധിക്കാനുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു CPM അന്ന് ഒരു സമരം ആസൂത്രണം ചെയ്തിരുന്നത്. എങ്കിൽ ഇന്ന് സംസ്ഥാന നേതാക്കൾ കൂടി ചോദ്യം ചെയ്യലിന് വിധേയരാകുമ്പോഴാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് CPM കടന്നിരിക്കുന്നത്. ശരി ജിജീഷ്, എന്തായാലും ഈ കരുവന്നൂർ കള്ളപ്പണ കേസിൽ കൂടുതൽ നേതാക്കൾ പ്രതികളാകും എന്നുള്ള ഭയം CPMനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് EDക്കെതിരെ വ്യാപക സമരങ്ങളിലൂടെ
പ്രതിരോധം തീർക്കാനുള്ള ഒരു ശ്രമം കൂടി പാർട്ടി നടത്തുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.